മിഞ്ചേട്ടാ, ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം വരുന്നു എന്ന് പറഞ്ഞ വലിയൊരു വാർത്ത വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതിരോധ മേഖലയിലൊക്കെ ഒരു വലിയ ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം കൂടെ വരുന്ന സ്ഥിതിക്ക് അമേരിക്ക ഉൾപ്പെടെ നമ്മളെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറൂലേ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം എന്നുള്ളത് ഏറെക്കാലമായുള്ളൊരു സ്വപ്നമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറി മാറി ഒക്കെ പലരും പല പ്രധാനമന്ത്രിമാരും ഇത്തരത്തിലൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദിയാണ് അതിനൊരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കവെയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം ഉടൻ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കും. വൈകാതെ ഗഗൻയാൻ ദൗത്യം നടപ്പാക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും ദേശീയ ബഹിരാകാശ ദിനത്തിലാണ് മോദി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 60-ലധികം ബഹിരാകാശ ദൗത്യങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹിരാകാശ ഡോക്കിംഗ് വൈദഗ്ധ്യവും രാജ്യം ഈ വർഷം നേടി. ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ ഡോക്കിങ്ങിൽ ഇന്ത്യ വൈദഗ്ധ്യം നേടിയത് നമ്മുടെ ഭാവി ദൗത്യങ്ങൾക്ക് വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നിരീക്ഷിച്ചു. ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ അനുഭവ പരിചയം ഒരുപാട് സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 60-ലധികം ബഹിരാകാശ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയെന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇനിയും നിരവധി ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ഇതിനകം ചന്ദ്രനിലും ചൊവ്വയിലും എത്തിക്കഴിഞ്ഞു. ഇനി ബഹിരാകാശത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കണം. പര്യവേഷണം ചെയ്യപ്പെടാത്ത മേഖലകൾക്ക് മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിർണായക രഹസ്യങ്ങൾ നൽകാൻ കഴിയും. ആകാശഗംഗകൾക്കപ്പുറമാണ് നമ്മുടെ ചക്രവാളം. ബഹിരാകാശത്തിൻ്റെ അനന്തമായ വിശാലത ഒരു ലക്ഷ്യസ്ഥാനവും അവസാനത്തേതല്ലെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ബഹിരാകാശ മേഖലയിലെ നയപരമായ പുരോഗതിക്കും അവസാനമുണ്ടാകരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആര്യഭട്ടയിൽ നിന്ന് ഗഗൻയാനിലേക്ക് എത്തുന്നതാണ് ഇത്തവണത്തെ ബഹിരാകാശ ദിന പ്രമേയം. അത് ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ആത്മവിശ്വാസവും ഭാവിക്കായുള്ള ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ വളർച്ചയെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. 2014 ഒരു ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 300-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. പരിഷ്കരിക്കുക, പ്രവർത്തിക്കുക, രൂപാന്തരപ്പെടുത്തുക എന്ന മന്ത്രമാണ് ഇന്ത്യയെ നയിക്കുന്നതെന്നും ആഗോള വളർച്ചയെ നയിക്കാൻ രാജ്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിക്കുമെന്ന അവകാശവാദം പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിപ്പ് വിപണിയിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം പ്രതിപക്ഷത്തിന് തുടർച്ചയായ തടസ്സങ്ങൾക്കിടയിലും സുപ്രധാന ബില്ലുകൾ പാസാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ സമ്മേളനത്തിൽ ജൻ വിശ്വാസ് ബിൽ 2.0 പാസാക്കി. ഭരണതലത്തിൽ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിനും ജനക്ഷേമം മുൻനിർത്തിയുള്ള ഭരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന പരിഷ്കാരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമ്മേളനത്തിൽ ആദായ നികുതി നിയമം പരിഷ്കരിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 60 വർഷമായി നിലവിലുണ്ടായിരുന്ന ഈ നിയമം ഇപ്പോൾ ലളിതമാക്കിയിരിക്കുന്നു. ഈ വർഷകാല സമ്മേളനത്തിൽ ഖനനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാറ്റിയിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ളതാണ്. ഇപ്പോൾ വരുത്തിയ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ തുറമുഖാധിഷ്ഠിത വികസനം പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് കൂടാതെ തന്നെ ഈ കായിക മേഖലയിലും പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വലിയ ഇവൻറ്റുകൾക്ക് ആതിഥ്യം വഹിക്കാൻ ഇന്ത്യ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ഒരു കായിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ മുഴുവൻ ഇക്കോസിസ്റ്റവും കെട്ടിപ്പടുക്കുകയാണ് ഇന്ത്യ. ഇതിനായി സർക്കാർ ഒരു പുതിയ ദേശീയ കായിക നയം നടപ്പാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 2040 ചന്ദ്രനിൽ നിന്നൊരു ഇന്ത്യക്കാരൻ വികസിത ഭാരത് 2047 പ്രഖ്യാപനം നടത്തുമെന്ന് ദേശീയ ബഹിരാകാശ ദിന പരിപാടിയിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 2040 ചന്ദ്രനിലേക്ക് സഞ്ചാരി അയക്കാനാണ് പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു. വരുന്ന 15 വർഷത്തിൽ 100-ലേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ്
ഇന്ത്യ പദ്ധതിയിടുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് ഇനി പോകുന്നത്. സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ വളർച്ചയെക്കുറിച്ചും അതോടൊപ്പം തന്നെ 2014 ഒരു ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 300-ലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്നും പറയുന്നു. അപ്പോൾ അത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പരിഷ്കരിക്കുക, പ്രവർത്തിക്കുക, രൂപാന്തരപ്പെടുത്തുക എന്ന മന്ത്രമാണ് ഇന്ത്യ നയിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ഏതായാലും കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 60-ലധികം ബഹിരാകാശ ദൗത്യങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തതിന് ശേഷം 60-ന് മുകളിൽ ബഹിരാകാശ ദൗത്യങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കി. അത് പല നേട്ടങ്ങൾക്കും കാരണമായി. പലവിധ നേട്ടങ്ങൾ ഇതുവഴി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബഹിരാകാശ ഡോക്കിംഗ് വൈദഗ്ധ്യവും രാജ്യം ഈ വർഷം നേടുകയുണ്ടായി. ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാൻ ഇനി തയ്യാറെടുക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ഇതുതന്നെയാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം. അത് വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇതിനകം ചന്ദ്രനിലും ചൊവ്വയിലും എത്തിക്കഴിഞ്ഞു. ആകാശഗംഗകൾക്കപ്പുറമാണ് നമ്മുടെ ചക്രവാളം. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകും. അതോടൊപ്പം തന്നെ ഗഗൻയാൻ ദൗത്യം വൈകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതായത് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ ഒരു സംഭവമാണല്ലോ ഈ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അതെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പല മേഖലകളിലും വളരെയധികം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മൾ ഈ ബഹിരാകാശ നിലയം, മിസൈൽ, അത് ഇതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാൻ സാധിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ കാലഘട്ടം മുതലാണ്. അദ്ദേഹം രാഷ്ട്രപതിയായ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ISRO, ഈ മിസൈല്, അപ്പോൾ തുമ്പയിൽ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷേ ശ്രീഹരിക്കോട്ടയെക്കുറിച്ച് അറിയാം ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ പക്ഷേ ISROയുടെ ഓരോ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് അവർ വിശദീകരിക്കുന്നു. അവരതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. എന്താണ് അവരുടെ പദ്ധതി എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്ലാൻ അറിയിക്കുന്നു. പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് ലോകത്തോട് വിശദീകരിക്കുന്നു. അപ്പം നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. അത് പ്രതിരോധ മേഖലയിലായിക്കോട്ടെ, ഇതേപോലെ ഈ സയൻസിലായിക്കോട്ടെ, ഓരോ കണ്ടുപിടുത്തങ്ങളിലായിക്കോട്ടെ. ഇപ്പം ബഹിരാകാശത്തെ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം തന്നെ ഇന്ത്യ ഉണ്ടാക്കുക. അപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന കൂട്ടത്തിലൊരു മലയാളിയുണ്ട്, പാലക്കാടുകാരനായിട്ടുള്ള പ്രശാന്ത്. അദ്ദേഹം നമ്മളെ നടി ലെനയുടെ ഭർത്താവാണ്. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു മലയാളിയായിട്ടുള്ള നമ്മൾക്കും അതിനോടൊപ്പം ഭാഗമാകുന്നു എന്നൊരു അഭിമാനം കൂടി നമുക്ക് വെക്കാം. ഗഗൻയാൻ ദൗത്യമൊക്കെ വൻ വിജയമായിട്ട് തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ISRO ഏത് രീതിയിലാണോ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി 4 പേരെ അയക്കുന്നു. ആ 4 പേര് ആ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിലേക്ക് അധിക ദൂരമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ ബഹിരാകാശ മേഖലയിലായിക്കോട്ടെ, സയൻസിൻ്റെ ചുവട് പിടിച്ചിട്ടായിക്കോട്ടെ, എങ്ങനെയായാലും ലോകത്ത് ഇപ്പം നാസയും ISROയും കൂടെ സംയുക്തമായിട്ട് ചില പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു എന്ന ഒരു സന്തോഷം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കണം.